ിലേക്ക് സ്വാഗതം. ഏറ്റവും വേഗതയിൽ 50 കോടി ക്ലബിൽ കയറിയ മലയാള സിനിമകളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഭ്രമയുഗം 11 ദിവസം കൊണ്ടും കായംകുളം കൊച്ചുണ്ണി 11 ദിവസങ്ങൾ കൊണ്ടാണ് 50 കോടി ക്ലബിലേക്ക് കയറിയത്. നേരും കണ്ണൂർ സ്കോഡും RDXും 9-ാം ദിവസമാണ് കണ്ണൂർ ഈ പറഞ്ഞ പോലെ 50 കോടി ക്ലബിൽ കയറിയത്. മഞ്ഞുമൽ ബോയ്സും 2018-ഉം 7 ദിവസം കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ഭീഷ്മപർവം 5 ദിവസം കൊണ്ടും കുറുപ്പ് ലൂസിഫർ 4 ദിവസം കൊണ്ടുമാണ് 50 കോടി ക്ലബിൽ കയറിയിരിക്കുന്നത്. ഇവിടെ കുറുപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ലൂസിഫറിൻ്റെ കാര്യത്തിലും ഒരു പ്രത്യേകതയുണ്ട്. കുറുപ്പ് എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 50% ഒക്യുപ്പൻസിയിൽ അങ്ങനെ ഒരു കളക്ഷൻ നേടിയ ഏക സിനിമയായി മാറുകയാണ് കുറുപ്പ്. അതായത് 50% ഒക്യുപ്പൻസിയിൽ 4 ദിവസം എന്ന് പറയുമ്പോൾ ഫുൾ ഒക്യുപ്പൻസിയിൽ വെറും 2 ദിവസം കൊണ്ട് കുറുപ്പിന് 50 കോടി അടിച്ച എഫക്റ്റ് തന്നെയാണ്. ഇനി ലൂസിഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമ 50 കോടി എത്തുന്ന ഒരു കാര്യം, അതും വളരെ വേഗത്തിൽ എന്നുള്ളത്, അതുതന്നെയാണ് ലൂസിഫർ തകർത്ത റെക്കോർഡ് എന്ന് തന്നെ പറയാം. ബാക്കിയുള്ള സിനിമകൾ അതേപോലെ 50 കോടിയിൽ ഒരുപാട് സിനിമകൾ എത്തിയിട്ടുണ്ട്. മമ്മൂട്ടിയും മോഹൻലാൽ തുടങ്ങി ഒരുപാട് നടന്മാരുടെയും എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പിന്നാലെ 11-12 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒത്തിരി സിനിമകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഇവിടെ ഈ ഒരു 50 കോടി ക്ലബിലേക്ക് പുതിയതായി വന്നിരിക്കുന്ന അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ഞുമൽ ബോയ്സാണ്. ഒരുപക്ഷെ 100 കോടിയിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ എല്ലാ സിനിമകളുടെയും റെക്കോർഡ് തകർത്തെറിഞ്ഞുകൊണ്ടായിരിക്കാം മഞ്ഞുമൽ ബോയ്സ് എത്താൻ പോകുന്നത്. റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസം മലയാള സിനിമയ്ക്ക് അതിഗംഭീരം തന്നെയായിരുന്നു. ഭ്രമയുഗം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ഈ 3 സിനിമകളാണ് ഈ ഒരു മാസം 50 കോടി ക്ലബിൽ കയറിയത്. അത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സുവർണ്ണ നിമിഷമെന്ന് തന്നെ പറയാം. വീണ്ടും സിനിമകൾ വരും. 50 കോടി ക്ലബ്ബും 100 കോടി ക്ലബ്ബുകളും അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതേപോലെയുള്ള നല്ല സിനിമകൾ ജനങ്ങൾക്ക് തന്നാൽ അവരത് ഏറ്റെടുത്തോളും, അവരത് മുന്നോട്ട് കൊണ്ടുപോയിക്കോളും എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ കൊള്ളില്ലാത്ത സിനിമകൾ ഇറക്കി ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർ തീർച്ചയായും അതിനെ എതിർക്കും. കാരണം 100-150 രൂപ കൊടുത്തിട്ട് തന്നെയാണ് സിനിമ കാണുന്നത്, അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇവിടെ 3 അല്ല 5ഓളം മികച്ച സിനിമകൾ വന്നപ്പോൾ അതെല്ലാം കാണാൻ ഇവിടെ പ്രേക്ഷകരുണ്ടായിരുന്നു. നല്ല സിനിമകളാണോ, തീർച്ചയായും ജനങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഡേറ്റ് മീഡിയാസ്.